നിങ്ങൾ കാറിലേക്കിരുന്നോ? കാറിലേക്കിരുന്നോ? ഞാൻ പോരാ. എനിക്ക് എന്തൊരു കാര്യം പറയാം. ഇരുന്നോ? ഞാനും കൂടി ഇരുന്നു. ചേച്ചി ഒന്ന് പുറത്തേക്കോ? എനിക്കൊരു കാര്യം പറയാൻ ചേട്ടനെ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. പണ്ടേ ചേട്ടൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചേട്ടൻ്റെ കോളേജ് ഫീസ് അടയ്ക്കാൻ പറ്റില്ലായിരുന്നു. അച്ഛൻ മരിച്ച ശേഷം നമ്മൾ ഭയങ്കര കഷ്ടപ്പാടിൽ പെട്ടു. അതെ, നന്നായിട്ട് അറിയാലോ. അപ്പോൾ ഞാനും അമ്മയും ചേട്ടന് ഒക്കെ ഞങ്ങൾ പിടിച്ച് ജോലിക്ക് പോയി. എല്ലായിടത്തും ജോലിക്ക് പൈസ ഉണ്ടാക്കി. ആ പൈസ വെച്ചാണ് ചേട്ടൻ കോളേജിൽ പഠിച്ചത്. ഈ സ്ഥലത്ത് ചേട്ടൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ +2. ആ സമയത്ത് എൻ്റെ പഠിപ്പുകളും വേണ്ടാന്ന് വെച്ച് ചേട്ടന് വേണ്ടി ആട്ടെ അങ്ങനെ +2 പഠിക്കുമ്പോൾ ഏറ്റവും പഠിച്ച് ജോലി വാങ്ങിച്ചിട്ട് ജോലി വാങ്ങിക്കുകയാണെങ്കിൽ എന്നിട്ട് എനിക്കൊരു ജോലി വാങ്ങിച്ചു തരുമല്ലോ. എനിക്കിപ്പോൾ ജോലിയുടെ ആവശ്യമില്ലല്ലോ. ഏട്ടൻ നന്നായിട്ട് പഠിക്കട്ടെ, ഏട്ടന് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പണിത് മുറുക്കേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുറുക്ക പിടിച്ചു. നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഈ ചീട്ടൊക്കെ എഴുതില്ലേ, അവിടെ നിന്നു. ഏട്ടന് ഓർമ്മയുണ്ടാവും, നന്നായിട്ട് ഓർമ്മയുണ്ടാവും. എന്നിട്ട് ഏട്ടനെന്നും കോളേജ് കഴിഞ്ഞ് ബൈക്കിന് വരും. പൈസ ആണ്, ആ പൈസ അല്ല കേട്ടോ. എന്നിട്ട് പൈസ വാങ്ങി പറഞ്ഞാൽ ഏട്ടനങ്ങ് പോകും. എന്നിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് ഒരു 6:30 ആകുമ്പോഴല്ലോ തിക്കിലും തിരക്കിലും ബസ്സിൽ കയറി നടന്ന് ഓടി വീട്ടിലെ പണിയും കഴിയും. അങ്ങനെ വളർത്തിയെടുത്തോണ്ട് വന്ന ഏട്ടൻ ഞാനിവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയാലും ഏട്ടൻ നന്നായിട്ട് നോക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഏട്ടൻ ഇത്ര നന്നായി നോക്കി അമ്മേനെ. പക്ഷെ ഏട്ടൻ നോക്കിയില്ല. ഏട്ടൻ്റെ ഭാര്യ പറഞ്ഞിട്ട് ഇറക്കി വിടും, അടുത്തു തല്ലു, കൈ ഒടിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആർക്കും കൈ ഒടിക്കാതെ തല്ലാനും ഒന്നും എൻ്റെ അമ്മേനെ ഞാൻ നിർത്തിയിട്ടില്ല. ഞാൻ എൻ്റെ അമ്മേനെ കൊണ്ടുപോവാം. ഇനി ഞാനും എൻ്റെ ഭർത്താവ് നോക്കിക്കോളാം അമ്മേനെ. ഇനി അമ്മാന്നോ ഉമ്മാന്നോ വിളിച്ചെൻ്റെ ആ പടിക്ക് വന്ന അന്നേരം നിങ്ങളെൻ്റെ ശരിക്കുള്ള മുഖം അറിയാൻ പോകുള്ളൂ.